നമസ്കാരം, ഞാൻ ഡോക്ടർ മീര സുധാകരൻ. കഴിഞ്ഞ 3 വർഷമായി സീതാറാം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, തെറാപ്യൂട്ടിക് യോഗ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്ന വിഭാഗം. ജലദോഷം, കഫക്കെട്ട്, ചുമ. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് അറ്റൻഡൻസ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു റീസൺ ഇതാണ്. അത് കുട്ടിയെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണു, കഫക്കെട്ടിനുള്ള മരുന്ന് കഴിക്കണം, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, കിടക്കുന്നു, തിരിച്ചു വരണു, വീണ്ടും ഇതെന്നെ പനി വരുന്നു, പിന്നെ ജലദോഷം വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം ഇല്ലേ കുട്ടിക്ക്? റെക്കറൻറ്റ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ചുമ, ജലദോഷം, തുമ്മൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് അസുഖങ്ങൾ. ഇതിൽ നമ്മളത് അസുഖം ട്രീറ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ ചുമ മാറിയാലും കുട്ടി കഫക്കെട്ടിന്ന് കഷ്ടപ്പെടുന്ന കാണാം. അതായത് കുറുങ്ങലുണ്ടാവും കുട്ടിക്ക്, അതുപോലെ എന്നും രാവിലെ എണീറ്റ തുമ്മൽ, ഭക്ഷണത്തിന് വിശപ്പില്ലായ്മ, ആ കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ കുറയ്ക്കുന്ന രീതിയിലാണ് ഈ ഒരു കഫക്കെട്ട് എന്നുള്ള ബുദ്ധിമുട്ട് കുട്ടിയെ പിന്തുടർന്നിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ആയുർവേദത്തിൽ മനസ്സിലാക്കാം? ആയുർവേദം ആയുസ്സിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതായത് ബാല്യം, കൗമാരം, വാർദ്ധക്യം. ഇതിൽ ബാല്യം എന്നുള്ള ആ ഫേസിൽ കഫമാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ദോഷം. അതായത് വളർച്ച, സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്, ഇതൊക്കെയാണ് അതിന് കഫം ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ കഫജമായ അസുഖങ്ങൾ വരാനും വളരെ എളുപ്പമാണ് ഈ പ്രായത്തിൽ, അതായത് ബാല്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, ഒരു ചെറിയ കുട്ടിയും ഒരു പ്രായമുള്ള ആളും, അതായത് ഇപ്പോൾ ഒരു വാർദ്ധക്യത്തിലുള്ള ആളോ അല്ലെങ്കിൽ കൗമാരത്തിലുള്ള ആളോ മഴ നനഞ്ഞാലും ഈ കുട്ടിക്കായിരിക്കും ആദ്യം കഫജമായ അസുഖങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ തണുത്തത് കഴിച്ചാലും പെട്ടെന്ന് ആ പ്രായത്തിൽ വരുന്ന ഒരു പ്രോൺനെസ് നമുക്ക് പിന്നീട് ഉണ്ടാവില്ല. ഈ കഫദോഷം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് പഠിക്കേണ്ടത് കുട്ടി എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരോഗ്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട്. ആഹാരം, വിഹാരം, ഔഷധം. ഇങ്ങനെ 3ആയി തിരിച്ചത്. ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വിഹാരം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ആൻഡ് ഔഷധം മരുന്ന്. ഇതിൽ 3-1 ഭാഗം മാത്രമേ ഔഷധം ആവുന്നുള്ളൂ, ബാക്കി 2ഉം വ്യക്തിയുടെ കയ്യിലാണ്. അപ്പോൾ കുട്ടിയിൽ ആഹാരവിഹാരങ്ങൾ എങ്ങനെ നമ്മൾ ശീലിപ്പിക്കാം? ഈ പറഞ്ഞ ജലദോഷം, കഫക്കെട്ട്, ചുമ എന്നിവ ഇല്ലാതിരിക്കാൻ എന്ത് തരം ആഹാരവിഹാരങ്ങൾ ശീലിപ്പിക്കാം? മധുരരസത്തിൻ്റെ അധികമായ ഉപയോഗം, അതുപോലെ ഗുരുവായ ഭക്ഷണം, ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ, തണുത്ത പദാർത്ഥങ്ങൾ, അതുപോലെ എണ്ണമെഴുക്ക് ഒരുപാട് കൂടിയ വസ്തുക്കൾ, ഇതെല്ലാം സ്ഥിരമായിട്ടൊരു കുട്ടി ഉപയോഗിച്ചാൽ ആ കുട്ടി കഫക്കെട്ട് ഒഴിഞ്ഞു മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ഒരു കുട്ടിയുടെ ഡയറ്റിൽ എങ്ങനെ നമ്മളത് കാണണമെന്നൊന്ന് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ കൾപ്രേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് ഇന്ന് പല രീതിയിൽ, ഇപ്പോൾ വെറുതെ നാരങ്ങ മിഠായിയായും ജീരക മിഠായിയായും അല്ലെങ്കിൽ അവിടെ നിന്നും കയറി വലിയ ടോഫീസ്, വലിയ ചോക്ലേറ്റ് ബാർസൊക്കെ ആയിട്ടും കിട്ടാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല, പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ്, കേക്ക്, അതുപോലെ ബിസ്ക്കറ്റ്സ്, ഇത് ഒഴിവാക്കിയിട്ടുള്ളൊരു ജീവിതം ഇപ്പോൾ ഒരു കുട്ടിക്ക് സങ്കല്പിക്കാനേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിലൊരു മോഡറേഷൻ കൊണ്ടുവരാം? അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് കുട്ടിയുടെ ബുദ്ധിമുട്ടിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ മോഡറേറ്റ് ചെയ്യാം? ഇതിപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന എല്ലാ ചോക്ലേറ്റും കൂട്ടി വെച്ച് കുട്ടി അത് അറിഞ്ഞുകൊണ്ട് ചെറിയ അളവിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ അങ്ങനെയൊക്കെ പതുക്കെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ. കാരണം ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കൽ ഇന്ന് പ്രാക്ടിക്കലല്ല. അതേപോലെ തന്നെ ഗുരുവായ ഭക്ഷണം കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു 2 വയസ്സുള്ള കുട്ടിക്ക് ജലദോഷം ജസ്റ്റ് മാറി വരുമ്പോഴേക്കും നമ്മൾ ബിരിയാണിയൊക്കെ എടുത്ത് വായിൽ കൊടുക്കുമ്പോൾ കുട്ടിക്ക് അറിയില്ല, അത് ആ കുട്ടിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അതൊരു പാരൻറ്റ് കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ നമ്മളത് വളരെയധികം നെയ്യും മെഴുക്കൊക്കെ കൂട്ടിയ തരത്തിലുള്ള പാചകരീതി ഉപയോഗിക്കാതെ ആ ഒരു പീരീഡിൽ കഴിക്കാൻ എളുപ്പമുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായുള്ള ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കാം. അപ്പോൾ ഇത് കുട്ടി റെക്കഗ്നൈസ് ചെയ്യണം, എളുപ്പമുള്ളതും നല്ല ഭക്ഷണവും കഴിച്ചാൽ അസുഖം മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്പർ 1 കാര്യം ഈ ഭക്ഷണ രീതിയിൽ. ഇനി വിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അതിൽ ഏറ്റവും വലിയ കൾപ്രിറ്റ് ഈ ജലദോഷത്തിൽ നേരം തെറ്റിയിട്ടുള്ള കുളിയാണ്. ഇത് നമ്മൾ സർവ്വസാധാരണമായി ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഇതിലെന്താ വെച്ചാൽ രാവിലെ എണീറ്റ് കുട്ടിക്ക് കഴിക്കാൻ മടിയായിരിക്കും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരുകി കൊടുത്ത് നമ്മുടെ പണിയൊക്കെ ഒതുങ്ങുമ്പോൾ നമ്മൾ പോയി കുട്ടീനെ ഉച്ചയ്ക്ക് തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചെടുക്കണം ഉച്ചനേരത്ത്. ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല.
അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് അസുഖം മാറി നേരെ ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, കുട്ടിക്ക് ഒരുപാട് തണുത്ത എണ്ണകൾ ആവശ്യമില്ല. നമ്മളിപ്പോൾ നീലിബൃങ്കാദിയോ അല്ലെങ്കിൽ കറ്റാർവാഴ ഇട്ട് കാച്ചിയ എണ്ണയൊന്നും കുട്ടിയുടെ തലയെ കൊണ്ട് തേക്കേണ്ട ആവശ്യമില്ല. ചെറിയ ശീതോഷ്ണമായ കുട്ടിക്ക് പറ്റുന്ന ഒരു എണ്ണ, അത് വൈദ്യനിർദ്ദേശപ്രകാരം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എണ്ണ മുറുക്കുക എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതിപ്പോൾ തെച്ചിയുടെ പൂവോ കൂവളത്തിൻ്റെ ഇലയും കുരുമുളകും ജീരകമൊക്കെ ഇട്ട് നമ്മൾ മുറുക്കിയിരുന്നു. അപ്പോൾ അത് മുറുക്കുന്നത് എന്തിനാണ്? എണ്ണയിലുള്ള ഈർപ്പം പോവാനും ഈ ചെടികളുടെ ഔഷധ ഗുണം എണ്ണയിലേക്ക് വരാനും. അപ്പോൾ അത് ചെറിയൊരു എണ്ണ അതുപോലെ കാച്ചി രാവിലെ തേച്ച് രാവിലെ കുട്ടിയെ കുളിപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതേപോലെ തന്നെ കളിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പാച്ചിലാണ്, നല്ലോണം ടെസ്റ്റ് ചെയ്യണു, ടെസ്റ്റ് റിപ്പോർട്ട് വരണു, മരുന്ന് ചെറുതായൊക്കെ കഴിക്കണം. പക്ഷെ അത് കഴിഞ്ഞ് വൈറ്റമിൻ ഡി മേക്കപ്പ് ആവണ കഥകൾ വളരെ കുറവാണ്. വൈറ്റമിൻ ഡി കുറവാണ്, കുട്ടികൾക്കും കുറവാണ്, പാരൻസിനും കുറവാണ്. അപ്പോൾ എന്താണ് ഇവിടെ മിസ്സിംഗ് ആയിട്ട് വരുന്നത്? നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ബോഡി ഈസ് ഡിസൈൻ ടു മൂവ്. ഇത് നമ്മൾ ഇത്രയും കയ്യ് കാല് ഈ ഒരു തരത്തിൽ ഡിസൈൻ ചെയ്ത ഈ ശരീരത്തിനെ ഇരുത്തുകയാണ്. ഓക്കെ, വലിയ ആൾക്കാർ ഇരിക്കണു, നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾ ഇരിക്കണം. ഒരു 2-3 വയസ്സാകുമ്പോഴേക്കും മൊബൈൽ എടുത്തിരിക്കുക എന്നുള്ളത് കുട്ടിക്ക് ഒരു റൂട്ടീൻ കാര്യമായി മാറണം. അപ്പോൾ ഇതിലൊക്കെ തിരുത്തണമെങ്കിൽ നമുക്ക് പാരൻസിന് തന്നെ പറ്റൂ. അത് ബീങ് എ റോൾ മോഡൽ തന്നെ നമുക്കത് തിരുത്താൻ പറ്റും. കാരണം നമ്മൾ മൊബൈൽ പിടിച്ച് കുട്ടിയോട് കളിക്കൂ എന്ന് പറഞ്ഞാൽ കുട്ടി കളിക്കില്ല. നമ്മൾ അനങ്ങി ഇപ്പോൾ നടന്ന് കാര്യങ്ങൾ ചെയ്യണതും ഒക്കെ കുട്ടി കാണട്ടെ. അതുപോലെ കളിക്കാൻ പ്രേരിപ്പിക്കുക, വീട്ടിൽ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക, കുട്ടിക്ക് അതേ പ്രായത്തിലുള്ള കുട്ടികളായിട്ടുള്ള കോൺടാക്റ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കുക. അപ്പോൾ ഇതിലാണ് ആഹാരവിഹാരങ്ങൾ ബ്രീഫായി പറഞ്ഞാൽ. ഇനിയും ഒരുപാട് ചെറു കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അറിയേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമസ്കാരം. ഔഷധം എന്നുള്ള സെഗ്മെൻറ്റ്, അത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ജലദോഷം, കഫക്കെട്ട്, ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് റെക്കറൻസ് കുറയ്ക്കുക. അതാണ് നമ്മൾ ആയുർവേദം കൊണ്ട് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുടർക്കഥ എന്നുള്ള ഒരു ബ്രേക്ക് കൊടുക്കുക. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കുട്ടിക്ക് നോർമലി തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ്. അതിൽ കഷായങ്ങളായിട്ടും അരിഷ്ടമായിട്ടും നമുക്ക് പല തരത്തിലും കുട്ടിയെ ഒരു കഫക്കെട്ടിൽ നിന്ന് നമുക്ക് റിലീഫ് കൊണ്ടുവരാവുന്നതാണ്. അതിന് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ തന്നെ കണ്ട് ചികിത്സ എടുക്കാവുന്നതാണ്.